ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലകളിലുണ്ടായ പുരോഗതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജഹാംഗീർ ബാബയാണ്. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ആരാണ്? രാജാ രാമണ്ണ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജാ രാമണ്ണയാണ്. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1948. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ഹോമി ജഹാംഗീർ ബാബയാണ്. ഇന്ത്യ 1974 ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യ 1974 ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നതാണ്. ഇന്ത്യ രണ്ടാമതായി ആണവ പരീക്ഷണം നടത്തിയത് എന്നാണ്? 1998 മെയ് 11 മെയ് 13. ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് 1974 ഇന്ത്യ രണ്ടാമതായി ആണവ പരീക്ഷണം നടത്തിയത് 1998 മെയ് 11 മെയ് 13 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? രാജാ രാമണ്ണ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ രാജാ രാമണ്ണയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു? ഓപ്പറേഷൻ ശക്തി. മറ്റൊരു പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നു. അത് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി എന്നാണ്. ഇതറിയപ്പെട്ട മറ്റൊരു പേര് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയിൽ സാങ്കേതിക വിദ്യാ ദിനമായി ആചരിക്കുന്ന എന്നാണ്? മെയ് 11. ഇന്ത്യയിൽ സാങ്കേതിക വിദ്യാ ദിനമായി ആചരിക്കുന്നത് മെയ് 11. ഇന്ത്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തിയ വർഷം ഏതാണ്? 1998. ഇന്ത്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തിയ വർഷം 1998. 1998 ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി. 1998 ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഏതാണ്? ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ അഥവാ ബാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ അഥവാ ബാർക്കാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ നിലയം ഏതാണ്? ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ നിലയം ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ അഥവാ ബാർക്കാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ മുമ്പ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു? ഹോമി ജഹാംഗീർ ബാബ. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആദ്യ ഡയറക്ടർ ഹോമി ജഹാംഗീർ ബാബയായിരുന്നു. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ട്രോംബെ. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം ട്രോംബെയാണ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് രൂപീകരിച്ച വർഷം ഏതാണ്? 1979. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് രൂപീകരിച്ച വർഷം 1979. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രാചീന സർവകലാശാല ഏതാണ്? തക്ഷശില. ലോകത്തിലെ ഏറ്റവും പ്രാചീന സർവകലാശാല തക്ഷശിലയാണ്. തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? റാവൽപിണ്ടി. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് തക്ഷശില സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? പാട്ന. ബീഹാറിലെ
പാട്നയിലാണ് നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നളന്ദ സർവകലാശാല വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 2010 നവംബർ 25. നളന്ദ സർവകലാശാല വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് 2010 നവംബർ 25-നാണ്. തക്ഷശിലയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 1980. തക്ഷശിലയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 1980-ആണ്. നളന്ദ സർവകലാശാലയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2016. നളന്ദ സർവകലാശാലയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2016-ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ഏതാണ്? ബെദൂൻ കോളേജ്. ഇത് കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ബെദൂൻ കോളേജാണ്. കൊൽക്കത്തയിലാണ് ബെദൂൻ കോളേജ് സ്ഥാപിച്ചത്. മദ്രാസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1857. മദ്രാസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1857-ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ച ആരാണ്? ജോനാഥൻ ഡങ്കൻ. 1791 ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ്. ബനാറസ് സംസ്കൃത കോളേജ് ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? സമ്പൂർണ്ണാനന്ദ് സംസ്കൃത സർവകലാശാല. ബനാറസ് സംസ്കൃത കോളേജ് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സമ്പൂർണ്ണാനന്ദ് സംസ്കൃത സർവകലാശാല എന്നാണ്. 1825 കൽക്കട്ടയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച കോളേജ് ഏതാണ്? വേദാന്ത കോളേജ്. 1825 കൽക്കട്ടയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച കോളേജാണ് വേദാന്ത കോളേജ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് ഏതാണ്? 1835 മെക്കാളെ മിനിറ്റ്സ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് 1835 മെക്കാളെ മിനിറ്റ്സ് ആണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? 1835 മെക്കാളെ മിനിറ്റ്സ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ അറിയപ്പെടുന്നത് 1835 മെക്കാളെ മിനിറ്റ്സ് ആണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ചാണ്. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭുവാണ്. 1857 കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കുവാൻ കാരണമായ വിദ്യാഭ്യാസ നയം ഏതാണ്? 1854 വുഡ്സ് ഡെസ്പാച്ച്. 1857 കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കാൻ കാരണമായ വിദ്യാഭ്യാസ നയം 1854 വുഡ്സ് ഡെസ്പാച്ചാണ്. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. ഇത് 1920 മുതൽ അലിഗഡ് മുസ്ലിം സർവകലാശാല എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ 1877 സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജാണ് 1920 മുതൽ അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അലിഗഡ് സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ അലിഗഡാണ്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ്? ബാലഗംഗാധര തിലകനും ജി അഗാർക്കറും. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ആരൊക്കെ ചേർന്നാണ്? ബാലഗംഗാധര തിലകൻ, ജി അഗാർക്കർ. 1901 ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. 1901 ശാന്തിനികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം 1921 ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം 1921 1916 ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ച ആരാണ്? മദൻ മോഹൻ മാളവ്യ. 1916 ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ച ആരാണ്?
KM മുൻഷി. 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സ്ഥാപനം ഏതാണ്? കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇത് സ്ഥാപിതമായത് 1942 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സ്ഥാപനമാണ് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇത് സ്ഥാപിതമായത് 1942 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. 1982 ഹണ്ടർ കമ്മീഷൻ നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. 1948 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. 1964 കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയിലെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് DS കോത്താരിയാണ്. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. ത്രിഭാഷാ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. ത്രിഭാഷാ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടന ഏതാണ്? ഡയറ്റ്. ഡയറ്റിൻ്റെ പൂർണ്ണരൂപം ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാണ്. നമ്മുടെ പുതിയ അധ്യാപകർക്ക് LP UP ഒക്കെ കയറുന്ന അധ്യാപകർക്കൊക്കെ പരിശീലനം നൽകുന്ന സ്ഥാപനം കൂടെയാണ് ഡയറ്റ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടനയാണ് ഡയറ്റ്. ഡയറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കി ഇന്ത്യ ഒട്ടാകെ 10+2+3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ തീരുമാനിച്ച വിദ്യാഭ്യാസ നയം ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 1968. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കി ഇന്ത്യ ഒട്ടാകെ 10+2+3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ തീരുമാനിച്ച വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയം 1968 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നിർദ്ദേശിച്ചത് വിദ്യാഭ്യാസ നയം ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 1986. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയം 1986. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.